ഹായ് ഫ്രണ്ട്സ്, അക്കാദമി PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ആനുകാലികത്തിൽ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. 2023-24 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ LPUP എക്സാമിനും മറ്റെല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഫാക്റ്റുകളിലേക്ക് നമുക്ക് പോകാം. 2023 പുറത്തിറങ്ങിയ ടി പത്മനാഭൻ്റെ പുസ്തകം സഖാവ് എന്നായിരുന്നു പുസ്തകത്തിൻ്റെ പേര്. 2023 പുറത്തിറങ്ങിയ ടി പത്മനാഭൻ്റെ പുസ്തകമാണ് സഖാവ്. അതുപോലെ 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുധൻ മങ്ങാടാണ്. 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുധൻ മങ്ങാടാണ്. കൃതി പ്രാണവായു ആയിരുന്നു. 2023 ഇത് പ്രഖ്യാപിച്ചത്. അപ്പോൾ 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുധൻ മങ്ങാടാണ്. കൃതി പ്രാണവായു. 2023 കൂടി നമുക്ക് ഇതിനോട് ചേർത്ത് ഓർത്തിരിക്കാം. 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്നുള്ളതായിരുന്നു കൃതി. അപ്പോൾ കൃതിയുടെ പേര് കവിത മാംസഭോജിയാണ്. 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുധൻ മങ്ങാടായിരുന്നു. കൃതി പ്രാണവായു. 2023 ജേതാവ് PN ഗോപികൃഷ്ണനായിരുന്നു. കൃതി കവിത മാംസഭോജിയാണ്. കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം നേടിയത് ടി പത്മനാഭനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് നമ്മൾ മുമ്പ് പറഞ്ഞത് സഖാവ്. അപ്പോൾ കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം നേടിയത് ടി പത്മനാഭനാണ്. അതുപോലെ 2023 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കവിയും ഗാനരചയിതാവുമായിരുന്ന വ്യക്തിയാണ് BR പ്രസാദ്. 2023 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കവിയും ഗാനരചയിതാവുമായിരുന്ന വ്യക്തിയാണ് BR പ്രസാദ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരുകൂടി ഒന്ന് ഓർത്തിരിക്കുക, B രാജേന്ദ്ര പ്രസാദ് എന്നായിരുന്നു. കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം നേടിയത് ടി പത്മനാഭനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 2023 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കവിയും ഗാനരചയിതാവുമായിരുന്ന വ്യക്തിയാണ് BR പ്രസാദ്. യഥാർത്ഥ പേര് B രാജേന്ദ്ര പ്രസാദ് എന്നായിരുന്നു. ഇനി അടുത്തതും വളരെ പ്രധാനപ്പെട്ടതാണ്, PSC ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 15ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് 2022 15ാമത് പുരസ്കാരം. അത് M മുകുന്ദനാണ് ലഭിച്ചത്. നൃത്തം ചെയ്യുന്ന കുടകളായിരുന്നു കൃതി. ഇത് PSC കൃതികളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 15ാമത് ബഷീർ പുരസ്കാരം, നമ്പർ ഓർത്തിരിക്കുക, 15ാമത് ബഷീർ പുരസ്കാരം 2022 ലഭിച്ചത് M മുകുന്ദനായിരുന്നു. നൃത്തം ചെയ്യുന്ന കുടകളായിരുന്നു കൃതി. ഇനി 2023 ബഷീർ പുരസ്കാരം ലഭിച്ചത് E സന്തോഷ് കുമാറിനാണ്. കൃതിയുടെ പേര് ഓർത്തിരിക്കുക, നാരകങ്ങളുടെ ഉപമ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 15ാമത് ബഷീർ പുരസ്കാരം 2022 ലഭിച്ചത് M മുകുന്ദനാണ്. നൃത്തം ചെയ്യുന്ന കുടകൾ. 2023 ലഭിച്ചത് E സന്തോഷ് കുമാറിനാണ്. കൃതിയുടെ പേര് നാരകങ്ങളുടെ ഉപമ. അതുപോലെ PSC ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? MB രാജേഷാണ്. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം രചിച്ചത് MB രാജേഷായിരുന്നു. അടുത്തതും PSC ചോദിച്ചിട്ടുള്ളതാണ്, പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് 2022 പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് K വേണു ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതി ഒരു അന്വേഷണത്തിൻ്റെ കഥ. പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് 2022 ജേതാവ് K വേണു ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് ഒരു അന്വേഷണത്തിൻ്റെ കഥ. ഇനി രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് സാറ ജോസഫ് ആയിരുന്നു. സാറ ജോസഫിൻ്റെ കറ എന്ന കൃതിക്കാണ് രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവിൻ്റെ പേര് ഓർത്തിരിക്കുക, K വേണുവാണ്. ഒരു അന്വേഷണത്തിൻ്റെ കഥ എന്നുള്ളതാണ് കൃതിയുടെ പേര്. രണ്ടാമത് ലഭിച്ചത് സാറ ജോസഫിനാണ്. സാറ ജോസഫിൻ്റെ കറ എന്ന കൃതിക്കാണ് ലഭിച്ചത്. അടുത്തതും വളരെ പ്രധാനപ്പെട്ടതാണ്, താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അമർത്യ സെന്നിൻ്റെ പുസ്തകമാണ്. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് അമർത്യ സെന്നാണ്. ഇനി 8ാമത് കനയ്യലാൽ സേഠിയ കവിതാ പുരസ്കാരം ലഭിച്ചത് K സച്ചിദാനന്ദനാണ്. മലയാളത്തിലെ പ്രശസ്തനായ സാഹിത്യകാരനായ K സച്ചിദാനന്ദനാണ് 8ാമത് കനയ്യലാൽ സേഠിയ കവിതാ പുരസ്കാരം ലഭിച്ചത്. അടുത്തതും വളരെ പ്രധാനപ്പെട്ടതാണ്, ലോകത്തെ എക്കാലത്തെയും വേഗത്തിൽ വിറ്റഴിക്കപ്പെട്ട നോൺ ഫിക്ഷൻ പുസ്തകം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ രചനയായിരുന്നു സ്പെയർ. അത് ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ്റെ ആത്മകഥാപരമായിട്ടുള്ള കൃതിയായിരുന്നു സ്പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്ത് എക്കാലത്തെയും വേഗത്തിൽ വിറ്റഴിക്കപ്പെട്ട നോൺ ഫിക്ഷൻ പുസ്തകം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ രചനയായിരുന്നു സ്പെയർ. ഹാരി രാജകുമാരൻ്റെ പുസ്തകമാണിത്.
അടുത്തതും വളരെ പ്രധാനപ്പെട്ടതാണ്. ബേപ്പൂരിൽ നിലവിൽ വരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകത്തിൻ്റെ പേര് ആകാശ മിഠായി എന്നാണ്. ബേപ്പൂരിൽ നിലവിൽ വന്ന വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകത്തിൻ്റെ പേര് ആകാശ മിഠായി എന്നാണ്. അപ്പോൾ 8ാമത് കനയ്യാലാൽ സേഠിയ കവിതാ പുരസ്കാരം കിട്ടിയത് കെ സച്ചിദാനന്ദനാണ്. അതുപോലെ സ്പെയർ എന്ന കൃതി എഴുതിയത് ഹാരി രാജകുമാരനാണ്. ബേപ്പൂരിൽ നിലവിൽ വരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകത്തിൻ്റെ പേര് ആകാശ മിഠായി എന്നാണ്. ഇനി 2023 അന്തരിച്ച ആസാമി സാഹിത്യകാരനും ജ്ഞാനപീഠ ജേതാവുമായിരുന്ന വ്യക്തി ആരാണ്? സാഹിത്യകാരൻ നീൽമണി ഫൂക്കനാണ്. 56ാമത് ജ്ഞാനപീഠ ജേതാവായിരുന്നു അദ്ദേഹം. അപ്പോൾ 2023 അന്തരിച്ച ആസാമി സാഹിത്യകാരനായിരുന്നു. അതുപോലെ അദ്ദേഹം 56ാമത് ജ്ഞാനപീഠ ജേതാവ് കൂടിയായിരുന്നു നീൽമണി ഫൂക്കൻ. അടുത്തത് പന്തളം കേരളവർമ്മ സ്മാരക സമിതി ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരം നേടിയത് കെ ജയകുമാറാണ്. കൃതിയുടെ പേര് ഓർത്തിരിക്കുക, പിങ്കള കേശിനി. പന്തളം കേരളവർമ്മ സ്മാരക സമിതി ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരം നേടിയത് കെ ജയകുമാറാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് പിങ്കള കേശിനി. അപ്പോൾ 2023 അന്തരിച്ച ആസാമി സാഹിത്യകാരനും 56ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായിരുന്ന സാഹിത്യകാരനാണ് നീൽമണി ഫൂക്കൻ. അതുപോലെ പന്തളം കേരളവർമ്മ സ്മാരക സമിതി ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരം നേടിയത് കെ ജയകുമാറാണ്. കൃതിയുടെ പേര് പിങ്കള കേശിനി. അപ്പോൾ 2023-24 സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫെയറുകളാണ് ഡിസ്കസ് ചെയ്തത്. ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്